ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീസ് എന്താണ്, ലീസിൻ്റെ ടൈപ്സ് എന്താണ് എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. സോ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ്സറും ലെസ്സിയും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്. അതായത് ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ലെസ്സർ ആൻഡ് ലെസ്സി. ആരൊക്കെയാണ്? ലെസ്സറും ലെസ്സിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ലീസ് എന്ന് പറയുന്നത്. സോ ലെസ്സർ ഉണ്ടാകും, ലെസ്സി ഉണ്ടാകും. സോ ഈ ലെസ്സർ എന്ന് പറയുന്നത് ആരാണ്? ഓണറിനെയാണ് എന്ത് പറയുന്നത്? ലെസ്സർ എന്ന് പറയുന്നത് ആരാണോ ലീസിന് എടുക്കുന്നത് അവനെയാണ് എന്ത് പറയുന്നത്? ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ രണ്ട് ടേംസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ്? ലെസ്സർ എന്ന് പറയുന്നത് ആരാണ്? ഓണറാണ്. ലെസ്സി എന്ന് പറയുന്നത് ആരാണ്? ആരാണോ ആ ഒരു അസറ്റ് നമ്മൾ ലീസിന് എടുക്കുന്നത് അവനെയാണ് എന്ത് പറയുക? ലെസ്സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കേസ് മെഷീൻ്റെ കേസാണെന്ന് വെച്ചോ. ഓക്കെ, മെഷീനാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, മെഷീനാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ആ ഒരു അസറ്റ് മെഷീൻ നമുക്കൊരു അസറ്റാണല്ലോ. സോ ആ ഒരു അസറ്റിൻ്റെ ഓണറിനെയാണ് എന്ത് പറയുന്നത്? ഓണറിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ആരാണോ ആ ഒരു അസറ്റ് ലീസിന് എടുക്കുന്നത് അവനെയാണ് എന്ത് പറയുക? ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ആ ഓണർക്ക് നമുക്കൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, ഓണർക്കൊരു എമൗണ്ട് കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? റെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ മെഷീനറീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണർ ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു അസറ്റ് ലീസിനെടുത്ത ആളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓണർക്ക് എന്ത് കിട്ടും? ലീസിനെടുത്ത ആളുടെ നിന്ന് എപ്പോഴും എന്ത് കിട്ടും? ഒരു റെൻറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ലീസസ്. ടൈപ്പ് ഓഫ് ലീസ് തന്നെ രണ്ടെണ്ണമാണ് ഉള്ളത്: ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നതിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട്: ഡയറക്റ്റ് ലീസ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ലിവറേജ്ഡ് ലീസ്. അടുത്തത് ഓപ്പറേറ്റിംഗ് ലീസിൽ എന്താണ്? രണ്ടെണ്ണമാണുള്ളത്: വെറ്റ് ലീസും ഡ്രൈ ലീസും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലോങ് ടേം ഫിനാൻസിങ് മെത്തേഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ് ടേം ഫിനാൻസിങ് മെത്തേഡാണ് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഒരു മെഷീനറീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനറിക്ക് അതിൻ്റെ ഒരു എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, 10 years ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു 10 year ഫുള്ളായിട്ട് നമ്മൾ ഒരു ആൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ലീസിന് കൊടുക്കുന്നുണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ക്യാൻസലബിൾ. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഒരാൾക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ലീസിന് കൊടുക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ക്യാൻ സബ്ലീസ്ഡ് ടു അതേഴ്സ്. എന്താണ്? നമുക്ക് സബ്ലീസ് ചെയ്യാനായിട്ട് പറ്റില്ല, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? സബ്ലീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? കൊടുക്കാനായിട്ട്, ആ ഒരു ലീസിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ലെസ്സി റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ്, റിപ്പയറിങ്, ഇൻഷുറൻസ് എക്സെട്ര. എന്താണ് ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? അസറ്റ് ലീസിനെ എടുത്ത ആളിനെയാണ് എന്ത് പറയുന്നത്? ലെസ്സി എന്ന് പറയുന്നത്. സോ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും എന്തിനേക്ക്? ഫോർ മെയിൻറ്റെയിനിങ്, റിപ്പയറിങ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്, അതേപോലെ ഇതുപോലെ കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? ലെസ്സി ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ ഒരു എൻറ്റയർ ആയിട്ടുള്ള എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ടും ആ ആൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു അസറ്റ് കിട്ടുന്നുണ്ടാവുക. സോ അതിൻ്റെ എല്ലാ മെയിൻ്റെനൻസ് നോക്കേണ്ടത് ആരായിരിക്കും? ലെസ്സി ആയിരിക്കും. അവരായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുക. ഇനി അടുത്തത് എന്താണ്? ലെസ്സർ ചാർജ് റെൻറ്റ് ഫ്രം ലെസ്സി. എന്താണ്? ലെസ്സർ ഒരു റെൻറ്റ് ചാർജ് ചെയ്യും. ആരുടെ നിന്ന്? ലെസ്സിൻ്റെ നിന്ന്. ലെസ്സിൻ്റെ നിന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു അസറ്റ് ലീസിനെടുത്ത ആളുടെ നിന്ന് എന്ത് ചെയ്യും? ഓണർ ഓഫ് ദ അസറ്റ് ലെസ്സർ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? റെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാൻ ബി റിന്യൂ ഓർ പെർച്ചേസബിൾ. അതായത് എന്താണ്? ആ ഒരു എക്കണോമിക് ലൈഫ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ആ ഒരു എൻഡ് എത്തി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു ലെസ്സിക്ക് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു അസറ്റ് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ലെസ്സി യൂസ് ദ അസറ്റ് വിത്തൗട്ട് എനി മേജർ മോഡിഫിക്കേഷൻസ്. എന്താണ്? ഏതെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താതെ, അതായത് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ നമുക്കത് ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. ആർക്ക്? ലെസ്സിക്ക്. അവരാണല്ലോ ആ ഒരു അസറ്റ് ലീസിന് എടുക്കുന്നത്. സോ അവർക്ക് അതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്.
അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ലീസാണ്. അത് എന്താണ്, ഒരു എക്കണോമിക് ലൈഫ് ഉണ്ടാകും. ഒരു അസറ്റിന് എപ്പോഴും എന്താണ്, ഒരു എക്കണോമിക് ലൈഫ് ഉണ്ടാകും. ആ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ടും എന്താണ്, ഒരാൾക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതെന്താണ്, അത് ക്യാൻസലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, സബ്ലീസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ടും ഒരാൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ലസ്സി എന്ത് ചെയ്യണം, എല്ലാവിധ മെയിൻ്റനൻസും ഇൻഷുറൻസും അതേപോലെയുള്ള റിപ്പയറിങ്ങും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഈ ഫിനാൻഷ്യൽ ലീസിനെ തന്നെ 3 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ലീസ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ലിവറേജ്ഡ് ലീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ലീസ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ലെസ്സറും ലെസ്സിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ലീസ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഡയറക്റ്റ് ലീസ് എന്ന് പറയുന്നത്. സോ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, ഡയറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ലീസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാനായിട്ട് പറ്റും. സോ ഇവിടെ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഇവിടെ എ ആണ് നമ്മുടെ ഒരു കോൺട്രാക്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ആണ് എന്ത്, ലെസ്സർ എന്ന് പറയുന്ന ആളും ബി ആണ് ലെസ്സി എന്ന് പറയുന്ന ആളും. ഓക്കെ, ബി ആരാണ്, ലെസ്സിയും. ഇവിടെ എന്ത് ചെയ്യുന്നു, ലെസ്സിൻ്റെ ഓൾറെഡി, അതായത് ആരാണോ ആ ഒരു അസറ്റ് പാട്ടത്തിനെടുത്തത് ആളുടെ ഓൾറെഡി ആ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. ആ അസറ്റ് എന്ത് ചെയ്തു, എക്ക് സെയിൽ ചെയ്തു. ഇപ്പോഴത്തെ അസറ്റ് ആരുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇതേ സെയിം അസറ്റ് തന്നെ ബി എന്ത് ചെയ്യാണ്, ആ എൻ്റെ നിന്ന് ലീസിനെ എടുക്കുകയാണ്. ഓക്കെ, ലീസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിമ്പിളായിട്ട് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു, ബി വന്നിട്ട് ആദ്യം അതിനെ സെയിൽ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, അത് തിരിച്ചെന്ത് ചെയ്തു, ലീസിനെ എടുത്തു. ഓക്കെ, ലീസിനെ എടുത്തു. അപ്പോൾ എന്താണ്, ഇതിനെയാണ് എന്ത് പറയുന്നത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലെസ്സറും ലെസ്സിയും ആരാണ്, എ ആണ് ലെസ്സർ എന്ന് പറയുന്നത്, ബി ആണെന്ത്, ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കാരണം എന്താ അങ്ങനെ വരാനുള്ള കാരണം, എ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അസറ്റ് വാങ്ങിച്ചിട്ട് ആ ഒരു ഓണറായിട്ട് മാറിയത്. അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ബി ആ ഒരു ലീസ് കോൺട്രാക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലീസ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് വാങ്ങിച്ചത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസിൽ എ എന്ന് പറയുന്നത് ലെസ്സറും ബി എന്ന് പറയുന്നത് ലെസ്സിയും ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം എന്ത് ചെയ്തു, ആ ഒരു ലെസ്സി എന്ന് പറയുന്ന ആദ്യം ആളുടെ ആ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾ എന്ത് ചെയ്തു, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ അവരെന്ത് ചെയ്തു, ആ ഒരു അസറ്റിന് ആദ്യം സെയിൽ ചെയ്തു. പിന്നെ അതേ അസറ്റ് തന്നെ എന്ത് ചെയ്യണം, അവർ തിരിച്ചിട്ട് ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. സോ ലിവറേജ്ഡ് ലീസ് എന്താണ്, ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്റ്റ് ഫിനാൻസ് അവിടെ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഓക്കെ, ലിവറേജ് എന്നതിൻ്റെ മീനിങ് തന്നെ എന്താണ്, ഡെപ്റ്റ് ഫിനാൻസ് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഈ എ ആണെന്ത്, ലെസ്സർ എന്ന് വെക്കുകയാണെങ്കിൽ, ഓക്കെ, ലെസ്സർ എന്ന് പറയണത് എ ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തു, ഈ ലെസ്സർ ആദ്യം ഒരു അസറ്റ് വാങ്ങിക്കണമല്ലോ. ഈ അസറ്റ് വാങ്ങിക്കണത് എങ്ങനെയാണ്, ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ലോണാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, ഈ അസറ്റ് വാങ്ങിക്കണത് ലോൺ എടുത്തിട്ടാണ്. ഈ ലോൺ എടുത്ത അസറ്റിന് എന്ത് ചെയ്തു, ഈ ബിക്ക് അവർ ലീസിന് കൊടുത്തു. ഓക്കെ, ലീസിന് കൊടുത്തു. ഇനി ഇപ്പോൾ ബി എന്തായി, അവിടുത്തെ ലെസ്സി ആയി എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലെസ്സർ എ തന്നെയാണ്, ബി ആണ് ആര്, ലെസ്സി എന്ന് പറയുന്നത്. എ അസറ്റ് വാങ്ങിച്ചത് എങ്ങനെയാണ്, ലോൺ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ് ലോൺ എടുത്ത് വാങ്ങിച്ച അസറ്റ് ആർക്ക് കൊടുത്തു, ബിക്ക് ലീസിന് കൊടുത്തു. ഇനി ബി എന്ത് ചെയ്യും, അപ്പോൾ ഒരു എമൗണ്ട്, ലീസ് എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് റെൻ്റ് എമൗണ്ട് ആർക്ക് കൊടുക്കും, എക്ക് കൊടുക്കും. ഈ എ എന്ത് ചെയ്യും, ലോണ് റീപേയ്മെൻറ്റ് ചെയ്യണമല്ലോ, ലോണ് കൊടുക്കാൻ റീപേയ്മെൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ റീപേയ്മെൻറ്റ് ചെയ്യണമല്ലോ. സോ ആ ഒരു റീപേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, ഈ റെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു അസറ്റ് ലെസ്സർ വാങ്ങിച്ചു. ലെസ്സർ വാങ്ങിക്കണത് എങ്ങനെയാണ്,
ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്തിട്ട് എ വാങ്ങിച്ച അസറ്റിനെ എന്ത് ചെയ്തു, ബിക്ക് ലീസിന് കൊടുത്തു. സോ ഇപ്പോൾ ബി ആരായി, ലെസ്സി ആയിട്ട് മാറി. ഇനി ബി എന്ത് ചെയ്തു, തിരിച്ച് എക്ക് ഒരു റെൻറ്റ് എമൗണ്ട് കൊടുത്തു. ആ റെൻറ്റ് എമൗണ്ട് എന്ത് ചെയ്തു, എ ലോണിന് റീപേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവീസ് ലീസ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ഇതിൽ പറയുന്ന പോയിന്റ് എന്താണ്, ലീസ് പീരീഡ് എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫിനേക്കാളും കുറവായിരിക്കും. അതായത് എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു അസറ്റിൻ്റെയാണ് എക്കണോമിക് ലൈഫ്. എത്രയാണോ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. സോ അതിനേക്കാളും കുറവായിരിക്കും ആ ഒരു ലീസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്, ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സാണ്. ആ ഒരു അസറ്റ് നമ്മൾ ഒരാൾക്ക് ലീസിന് കൊടുത്തിട്ടുള്ളത് 5 ഇയേഴ്സിനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഓപ്പറേറ്റിംഗ് ലീസാണ് അല്ലെങ്കിൽ സർവീസ് ലീസാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്താ പറയുന്നത്, ലെസ്സർ മേക്ക് 2 or more ലീസ് എഗ്രിമെൻറ്റ്സ്. എന്താണ് ചെയ്യുന്നത്, ലെസ്സർ 2 or അതിലധികമോ എഗ്രിമെൻറ്റ്സ് നടത്തുന്നുണ്ടാകും. അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എക്കണോമിക് ലൈഫ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 10 ഇയേഴ്സിൽ ഒരു 5 ഇയേഴ്സ് ആദ്യം എന്ത് ചെയ്തു, ഒരാൾക്ക് കൊടുത്തു. അടുത്ത ഒരു 10 ഇയേഴ്സിൽ വേറൊരാൾക്ക് എന്ത് ചെയ്തു, ആ ഒരു അസറ്റ് ലീസിന് കൊടുത്തു. സോ ഇതിവിടെ എന്താണ്, ഇപ്പം തന്നെ 2 ലീസുകളായി. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ലീസ് കോൺട്രാക്റ്റ് ആ ഒരു അസറ്റിൻ്റെ മേലെ തന്നെ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പറേറ്റിംഗ് ലീസ് അല്ലെങ്കിൽ സർവീസ് ലീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താ പറയുന്നത്, മെയിൻ്റനൻസ് ഡൺ ബൈ ലെസ്സർ. എന്താണ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് അതിന് വരുന്ന എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ലെസ്സർ ആയിരിക്കും. അതിൻ്റെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്സ് നടത്തുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും റിപ്പയർസ് വന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ മീറ്റ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള ലെസ്സർ ആയിരിക്കും. ലെസ്സർ എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദ അസറ്റ്, ഓണർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസസും മെയിൻ്റനൻസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണ്, ആ ഒരു ലെസ്സി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണില്ല, ഒരുപാട് കാലമൊന്നും അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. സോ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അതായത് ഇതിൻ്റെ ഓണർ, ആക്ച്വലായിട്ടുള്ള ഓണർക്കാർക്കും എന്ത് ചെയ്യുക, ആ ഒരു മെയിൻ്റനൻസ് എല്ലാം അല്ലെങ്കിൽ ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും, ആ ഒരു ഓണർക്കായിരിക്കും അല്ലെങ്കിൽ ലെസ്സർക്കായിരിക്കും. ഇനി അടുത്തെന്താ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി റിന്യൂ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്ക് കൊടുക്കുന്നില്ല. സോ ലീസ് പീരീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കുറച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലീസ് പീരീഡ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ എന്താണ് അതിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സാണ്. നമ്മൾ ലീസിന് കൊടുത്തത്, ഒരാൾക്ക് കൊടുത്തത് 3 ഇയേഴ്സിനെയാണ്. സോ ആൾക്ക് 3 ഇയേഴ്സ് പോരാ, ഇനിയും കുറച്ചുകൂടി ആ ഒരു അസറ്റ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേറൊരു 2 വർഷത്തേക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ 3 വർഷത്തേക്ക് കൂടിയിട്ടോ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ലീസ് എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ലോങ് ടേമിക്കല്ല, ഷോർട്ട് ടേമിക്കായിരിക്കും ഉണ്ടാകുക. സോ ഇവിടെ എന്താണ്, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തെന്താ പറയണത്, ലെസ്സർക്കായിരിക്കും എന്ത് ഉണ്ടാവുക, ഹയർ റിസ്ക് ഉണ്ടാവുക. കാരണം എന്താണ്, ലെസ്സറാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് ഓണറാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാ മെയിൻ്റനൻസ് മീറ്റ് ചെയ്യേണ്ടതൊക്കെ ആരായിരിക്കും, ഓണറാണ്. സോ ആൾക്ക് എന്താണ്, ഹൈ ആയിട്ടുള്ള റിസ്ക് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ലെസ്സിക്ക് എന്താണ്, ലോ റിസ്ക് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. കാരണം എന്താണ്, അവിടെ അവർ ആ ഒരു അസറ്റ് എടുത്ത് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറൊരു രീതിയിലും അവർ എന്ത് ചെയ്യുന്നില്ല, മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നില്ല, അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, അതിന് യാതൊരു തരത്തിലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു ലെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു അസറ്റ് എടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അവർക്ക് എന്താണ്, റിസ്ക് കുറവായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, 2 എണ്ണമാണുള്ളത്, വെറ്റ് ലീസും ഡ്രൈ ലീസും. വെറ്റ് ലീസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതായത് എയർക്രാഫ്റ്റ് പ്ലസ് ക്രൂ മെമ്പേഴ്സ്. എയർക്രാഫ്റ്റ് ആണ് എന്ത്, മെയിനായിട്ടുള്ള ആ ഒരു കോറായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ആണ്. സോ ആ എയർക്രാഫ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇവരെന്ത് ചെയ്യണു, കുറച്ച് ഓപ്പറേറ്റിംഗ് പേഴ്സണലിനെ അല്ലെങ്കിൽ മെയിൻ്റനൻസ് സർവീസസോ ഇൻഷുറൻസോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും, വെറ്റ് ലീസാണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഡ്രൈ ലീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു എക്യുപ്മെൻറ്റ് മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ലീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഡ്രൈ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടേം ആയിട്ടുള്ള ലീസാണ്. അതായത് ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ട് എന്താണ് ഒരാൾക്ക് തന്നെയായിരിക്കും ഫിനാൻഷ്യൽ ലീസിൽ കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, അതൊരു ലോങ് ടേമിക്കുള്ള ലീസാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഈ അടുത്ത് എന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലീസിൽ എന്താ പറയുന്നത്, അത് ഷോർട്ട് ടേം ലീസാണ്. ഷോർട്ട് ടേം ലീസ് പറയാനുള്ള കാരണം എന്താണ്, ആ ഒരു അസറ്റ് നമ്മൾ കൊടുക്കുന്നത് എക്കണോമിക് ലൈഫിനേക്കാളും കുറവായിട്ടുള്ള ലീസ് പീരീഡിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 10 years ആണ് അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. സോ അതിലൊരു ജസ്റ്റ് 5 years മാത്രമാണ് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാനായിട്ട് പറ്റും, നമുക്ക് ആ ഒരു ഷോർട്ട് ടേം ആണ് എന്ന് പറയാനായിട്ട് പറ്റും. കാരണം എന്താണ്, ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് എന്ത്, നോൺ ക്യാൻസലബിൾ ആണ്. കാരണം എന്താണ്, ഇത് ലോങ് ടേം ആയതുകൊണ്ടാണ് നോൺ ക്യാൻസലബിൾ ആണ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേം ആയതുകൊണ്ട് എന്താണ്, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ലീസ് പീരീഡ് എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫിന് ഈക്വൽ ആയിരിക്കും. ലീസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ലൈഫ്, ആ ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിന് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ എന്താണ്, ഓപ്പറേറ്റിംഗ് ലീസിൽ എന്താണ്, നമുക്ക് ലീസ് പീരീഡ് എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫിനേക്കാളും കുറവായിരിക്കും. ഇനി ലെസ്സി മീറ്റ് ഓൾ മെയിൻ്റനൻസ് എന്താണ്, ലെസ്സി എന്ത് ചെയ്യും, എല്ലാ മെയിൻ്റനൻസും മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഫിനാൻഷ്യൽ ലീസിലാണ്. കാരണം എന്താണ്, ആ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ട് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് ലെസ്സി ആയിരിക്കും. സോ അതുകൊണ്ട് മെയിൻ്റനൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് ലെസ്സിയാണ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ലീസിൽ എന്താണ്, ലെസ്സർ ആയിരിക്കും എന്ത് ചെയ്യുന്നതാവുക, എല്ലാ മെയിൻ്റനൻസും മീറ്റ് ചെയ്യുന്നതാവുക. ഇനി ഫിനാൻഷ്യൽ ലീസിൽ എന്താണ്, അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസ്സി ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസ്സർ ആയിരിക്കും. പിന്നെ ഈ ഒരു എക്കണോമിക് ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ലീസ് പീരീഡിന് ഒരാൾക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, എക്കണോമിക് ലൈഫ് ഫുള്ളായിട്ടും ഒരാൾക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അവിടെ എന്ത് വരില്ല, അപ്പോൾ സബ് ലീസ് വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സബ് ലീസ് വരില്ല. പക്ഷേ ഇവിടെ വരും, ഇവിടെ ഓപ്പറേറ്റിംഗ് ലീസിൽ എന്ത് വരും, സബ് ലീസ് വരും. ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.